സംസ്ഥാനത്ത് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രതിസന്ധിയിൽ. കുടിശ്ശിക തീർക്കാതെ ചികിത്സ നൽകാനാകില്ല എന്ന് സ്വകാര്യ ആശുപത്രികൾ നിലപാട് കടുപ്പിച്ചതോടെ ഡയാലിസിസ് രോഗികളടക്കം പ്രതിസന്ധിയിലാണ്. മലപ്പുറത്തും കോഴിക്കോട്ടും നിരവധി ആശുപത്രികളിൽ ചികിത്സ നിർത്തിവച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് 555 സ്വകാര്യ ആശുപത്രികളിൽ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചികിത്സ ലഭ്യമാണ്. 45 ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കളുള്ള പദ്ധതി മുടങ്ങിയാൽ പ്രത്യാഘാതം ഭയാനകമായിരിക്കും. കോഴിക്കോട് ഇഖ്റ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വരെ പദ്ധതി പ്രകാരം ചെയ്യുന്നുണ്ട്. 75 കോടി രൂപ കുടിശ്ശികയായതോടെ അവർ ചികിത്സ നിർത്തി. കോഴിക്കോട് നാഷണൽ ആശുപത്രിയും ചികിത്സ നിർത്താൻ ഒരുങ്ങുകയാണ്. ഡയാലിസിസ് രോഗികൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിൽ. ഇവര് പറയുന്നത് ഫണ്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് ഡയാലിസിസ് നിർത്താൻ പോവുകയാണ് എന്നുള്ളത്. ഞങ്ങൾക്ക് ഇപ്പം പുറത്ത് പോയിട്ട് ചെയ്യാം. ഇവിടെ ആകുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഇതായിരുന്നു, ഡോക്ടർമാരും ഒക്കെ ഉണ്ട്, നല്ല നോക്കുകയൊക്കെ ചെയ്യും, നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് പോയിട്ട് ചെയ്യാനൊന്നും പറ്റൂല, അതിനുള്ള സാമ്പത്തികവും ഇല്ല. സർക്കാരിനോട് ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ, പെട്ടെന്ന് ഈ ഫണ്ട് ശരിയാക്കി കൊടുത്തിട്ട് ഞങ്ങളെ ഇവിടെ തന്നെ ഇതാക്കാൻ. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് അത്രയും സൗകര്യം ചെയ്തു തരുന്നുണ്ട്. എന്നുവെച്ചാൽ ഞങ്ങളൊരാൾ കൂടെ വന്നിട്ടില്ല, അതുകൊണ്ട് എല്ലാ ഹെൽപ്പുകളും അവർ ചെയ്യുന്നുണ്ട്, ഡോക്ടർമാരും സിസ്റ്റർമാരൊക്കെ. നിലവിലുള്ള വരുമാനം പോലും ഇല്ലാണ്ടാണ് അമ്മ 3 ദിവസം കൂടെ അമ്മേനും കൊണ്ട് ഇങ്ങനെ ഡയാലിസിനൊക്കെ വരുന്നത്. പിന്നെ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആയിട്ട് ഡയാലിസിസ് ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വേറെ എവിടെയെങ്കിലുമൊക്കെ കിട്ടിയാൽ വെച്ചാലും പണം കൊടുത്തിട്ട് ചെയ്യാനുള്ളൊരു ഇതില്ല. അടിയന്തര ശസ്ത്രക്രിയകൾ പോലും മുടങ്ങിയവരുണ്ട്. 1135 കോടി രൂപ കുടിശ്ശിക നിവാരണത്തിനായി ആയുഷ്മാൻ ഭാരത് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനുവരിയിൽ പണം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നൽകിയിട്ടില്ല. റിപ്പോർട്ടർ, കോഴിക്കോട്.